രേണുസുധീനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല. അത് ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്. എന്തായാലും ഞാൻ രേണുസുധിക്കെതിരെ വീഡിയോസ് ചെയ്യുന്നു എന്ന് തോന്നിക്കൊണ്ട് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക. കാരണം അവരെക്കുറിച്ച് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടൊരു ചാനലല്ല ഇത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും എൻ്റെ ഈ ചാനലിൽ ഇപ്പോൾ രേണുസുധിയെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോയ്ക്ക് മാത്രമേ ഇപ്പോൾ റീച്ചുള്ളൂ എന്നാണ് സത്യാവസ്ഥ. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്, എൻ്റെ മറ്റ് വീഡിയോസ് ഒന്ന് കാണണം. എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി രേണുസുധിയെക്കുറിച്ച് അയച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് മറുപടി കിട്ടിയതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും ഒന്ന് രണ്ട് ഓൺലൈൻ ന്യൂസ് ചാനലുകൾ പരിശോധിച്ചപ്പോൾ രേണുസുധീനെ ജില്ലാ ചൈൽഡ് ലൈൻ വിളിപ്പിച്ചു എന്നറിഞ്ഞു. എൻ്റെ വീടിന് സമീപത്ത് തന്നെയാണ് ജില്ലാ ചൈൽഡ് ലൈൻ്റെ ഓഫീസ്. ഏകദേശം ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അതിൻ്റെ ഓഫീസ്. നമ്മുടെ കീഴുകുന്ന് വിമലേരി പള്ളിയുടെ സമീപത്താണ് അതിൻ്റെ ഓഫീസ് ഉള്ളത്. വിജയപുരം സർവീസ് സൊസൈറ്റിയുടെ ബിൽഡിങ്ങിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവരവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്നും രേണുസുധിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ഈ ഒരു ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ കുട്ടീനെയും കൊന്ന് താനും ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞതും, പിന്നെ അതേപോലെ തന്നെ കുട്ടീനെ ആരെങ്കിലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ചാനലിൽ വീഡിയോ ചെയ്തു. ആ വീഡിയോയെക്കുറിച്ചാണ്, അതായത് അവരുടെ സ്വന്തം ചാനലിൽ കുട്ടികളെ നാട്ടുകാരെ ഏറ്റെടുത്തു വേണം നോക്കിക്കോളൂ എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ചൈൽഡ് ലൈൻ തിരക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, അതായത് രേണുസുധി ചൈൽഡ് ലൈനോട് പറഞ്ഞ് തനിക്ക് ഇത്തരത്തിൽ കുട്ടികളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ പറയുന്നതിനെക്കുറിച്ചുള്ള ധാരണയില്ലായിരുന്നു. അതായത് കുട്ടികളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള അറിവില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അവർക്ക് സ്വന്തം കുട്ടീനെ നോക്കുവാനുള്ള പ്രാപ്തിയും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു തൻ്റെ വീട്ടിൽ റേഷനരിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഒരു മൊഴിയാണ് അവർ ചൈൽഡ് ലൈനിന് നൽകിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഞാൻ മറുനാടിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ബ്ലോഗ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ തുറന്നു പറയുകയാണ്. പിന്നെ അതുകൂടാതെ അവരുടെ കുട്ടിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലെന്ന് അവരുടെ അതായത് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതിൻ്റെ സഹപാഠികളും ചൈൽഡ് ലൈനിന് മൊഴി നൽകിയതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ നിലപാട്, അതായത് രേണുസുധിക്ക് സ്വന്തം തെറ്റ് തിരിച്ചറിയാൻ സാധിക്കാൻ ഞാനൊരു കാരണമായി. എന്നെപ്പോലെ കുറച്ചധികം പേര്, ഞാൻ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയതെങ്കിൽ അതേപോലെ തന്നെ കുറച്ചധികം ആളുകൾ ചൈൽഡ് ലൈനും പരാതി നൽകിയിരുന്നു. അവരൊക്കെ ഒരു കാരണമായെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിൽ മാത്രമല്ല എനിക്കൊരു സന്തോഷമുള്ളത്, ഇനി ഒരമ്മയും ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കാണ്ട് രേണുസുധി ഒരു മാതൃകയായി. അതേപോലെ ഞങ്ങൾ കുറേ അധികം ആളുകൾ നൽകിയ പരാതിയും ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും രേണുസുധി ബിഗ് ബോസിലേക്ക് പോകാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ അവരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ, ബിഗ് ബോസിൽ ചെന്നെങ്കിലും കൊല്ലം സുധി എന്ന ആ ഹാസ്യ കലാകാരൻ്റെ, ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന സുധിചേട്ടൻ്റെ പേര് കളയരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞങ്ങളെല്ലാം നടത്തിയ ഒരു പോരാട്ടം, ആ പോരാട്ടം വിജയം കണ്ടു. ഇനിയിപ്പോൾ ആ കുട്ടി സേഫ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നു. എന്തായാലും എനിക്കൊപ്പം തന്നെ മറ്റ് പരാതി നൽകിയ ആളുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി രേണുസുധിയെക്കുറിച്ച് മാത്രമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യില്ല, എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കാരണം എനിക്ക് അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യേണ്ട ഒരു താല്പര്യമില്ല. അതേപോലെ തന്നെ അവരുടെ നല്ല കാര്യങ്ങൾ പറയാനും എനിക്ക് സമയമില്ല. കാരണം ഇത് അവരെക്കുറിച്ച് മാത്രം പറയാനായിട്ടുള്ള ഒരു ചാനലല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഐഡിയോളജികളുണ്ട്. അത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയൊരു ചാനലാണ്. കാരണം ഞാൻ ഇന്ന് തന്നെ നമ്മുടെ കാരണവർ വധക്കേസിലെ പ്രതി നമ്മുടെ ഷെറിൻ, അവരെ ജയിൽ മോചിതയാക്കിയതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനാകപ്പാടെ കിട്ടിയത് 10-20 വ്യൂസാണ്. ബാക്കിയെല്ലാം ഈ രേണുസുധിയുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് വരുന്നത്. അത് എനിക്ക് പറ്റത്തില്ല. കാരണം നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസും കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം. അതായത് നിങ്ങളിപ്പോൾ തന്ന സബ്സ്ക്രിപ്ഷൻ എല്ലാം പിൻവലിച്ച് എൻ്റെ സബ്ബെല്ലാം പിൻവലിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. അതെന്നു വെച്ചാൽ എനിക്ക് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതുള്ള കാര്യം ഞാൻ പറയുകയാണ്.